പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന പുതുയുഗയാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിൽ അതൃപ്തി പ്രകടമാക്കി സതീശൻ. യു.ഡി.എഫിന് എം.പിയും എം.എൽ.എയും നഗരസഭയുമുള്ള പാലായിൽ നടന്ന സ്വീകരണത്തിൽ പാർട്ടി പ്രവർത്തകരെക്കാൾ കൂടുതൽ വാദ്യമേളക്കാരും കെട്ടുവേഷങ്ങളും ഉണ്ടായിരുന്നതാണ് സതീശനെ ചൊടിപ്പിച്ചത്. റാലിയിലെ പ്രവർത്തകരുടെ കുറവ് അറിയാതിരിക്കാൻ ആളുകളെ അകറ്റി നിർത്തിയാണ് പ്രകടനം നടത്തിയത്. ഇതിനിടെ പാലാ എം.എൽ.എ ആയ കാപ്പന്റെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ നിർബന്ധിച്ചത് ചെറിയ വാക്ക് തർക്കങ്ങളും ഉണ്ടാക്കി. ആളില്ലാത്ത ഘടകകക്ഷികളുടെ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലുണ്ടായ ഈ വീഴ്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും മാണി സി കാപ്പനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. വേദിയിൽ ഇടികൂടാനല്ലാതെ സദസ്സിൽ നിൽക്കാൻ ജോസഫ് വിഭാഗത്തിനും കാപ്പനും അണികളില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പാലായിൽ അത്യാവശ്യം സ്വാധീനമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പനെ പരിപാടികളിൽ നിന്നും വിലക്കണമെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ ആവശ്യപ്പെട്ടത് സജിയെ പ്രകോപിപ്പിക്കുകയും സജി പത്രസമ്മേളനം നടത്തി തന്റെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. സജിയും വിഭാഗവും വിട്ടുനിന്നതും റാലിയെ സാരമായി ബാധിച്ചു. എറണാകുളത്ത് നിന്നും എത്താമെന്നേറ്റിരുന്ന ബംഗാളികൾക്ക് കൃത്യസമയത്ത് പാലായിൽ എത്തിച്ചേരാൻ സാധിക്കാതിരുന്നതാണ് കാപ്പന്റെ പക്ഷത്ത് ആളുകൾ കുറയാൻ കാരണമായത്. പുതുയുഗയാത്രയുടെ കോട്ടയത്തെ ആദ്യ സ്വീകരണ സ്ഥലമായ പാലായിലുണ്ടായ തിരിച്ചടിയിൽ സംഘാടകർക്കെതിരെ അതിരൂക്ഷമായിട്ടാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. യാത്രയിലെ ഏറ്റവും ജനപങ്കാളിത്തം കുറഞ്ഞ സ്വീകരണമാണ് പാലായിൽ നടന്നത്. രാവിലെ ആയതുകൊണ്ടാണിതെന്ന പ്രാദേശിക നേതാക്കളുടെ വിശദീകരണം കേൾക്കാൻ സതീശൻ തയ്യാറായില്ല. വളരെ ചെറിയ പന്തലും സൗകര്യവും ഒരുക്കിയത് ഇത് നേരത്തെ അറിഞ്ഞതുകൊണ്ടാണോ എന്ന് ചോദിച്ച സതീശൻ, ഘടകകക്ഷി നേതാക്കൾ സീറ്റ് ചോദിക്കാൻ മാത്രമല്ല ആളെ സംഘടിപ്പിക്കാനും മുന്നിൽ നിൽക്കണമെന്നും സതീശൻ പറഞ്ഞു. എന്തായാലും പാലായിലുണ്ടായ ഈ പരാജയം കോൺഗ്രസ് നേതൃത്വത്തിന് ഘടകകക്ഷികളോടുള്ള അതൃപ്തിക്ക് ആക്കം കൂട്ടിയെന്ന കാര്യത്തിൽ തർക്കമില്ല.